കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനായിട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28, 29 തിരുവഴുത്തുകളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ട. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്നു അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? ഇത് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ചിലർ കുരുടരും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയും കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ ഊമനായിരുന്ന വ്യക്തി സംസാരിച്ചു, മാത്രമല്ല അയാൾക്ക് കാഴ്ച ഇതായിരുന്നു. കാഴ്ച കർത്താവ് കൊടുത്തു. ഇത് കണ്ടിട്ട് ഒരു പുരുഷാരം പോലും കർത്താവിനെ അനുഗമിക്കാറുണ്ടായിരുന്നു. കർത്താവ് എവിടെ പോയാലും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരും കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പോകുന്നവരും ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ എപ്പോഴും കർത്താവിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവരായിരുന്നു. എന്നാൽ പുരുഷാരത്തിൽ പലർക്കും കർത്താവിൽ വിശ്വാസമുണ്ടായി. ദാവീദ് പുത്രനാണോ, ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ച മശിയാണോ എന്നൊരു സംശയം അവർക്കുണ്ടായി. അവരിവിടെ പറയുന്നുണ്ട്, ഇത് ദാവീദ് പുത്രൻ തന്നെയോ? ഇത് കേട്ടിട്ട് പരീക്ഷന്മാർ അവർക്ക് അത് ദഹിച്ചില്ല. ഈ പുരുഷാരത്തിൻ്റെ വാക്കുകൾ അവർക്ക് അതോട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവിനെ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ നാമത്തെ തുച്ഛീകരിക്കണം. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അസൂയ കൊണ്ടിട്ടാണ് അവർ പറഞ്ഞു, ബെയേൽസെബൂൾ, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാകുന്നു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു രാജ്യം തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. അതായത് ഒരു കുടുംബത്തിൽ ഭാര്യാഭർത്തൃവും മക്കൾ ബന്ധത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ പ്രശ്നങ്ങളാണെങ്കിൽ നിശ്ചയമായിട്ട് ആ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ എന്നും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിരിക്കും. കുടുംബ ജീവിതം ഭദ്രമാകത്തില്ല. അവിടെ ഒരു കലഹം, ഛിദ്രിപ്പുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു രാജ്യം തന്നെ ചിത്രിച്ച്, അപ്പോൾ ഇന്ത്യ രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ അവിടെ നിലനിൽപ്പില്ല, ഭരണകൂടത്തിന് നിലനിൽപ്പില്ല. എന്നതുപോലെ ഒരു രാജ്യം അവരൈക്യതയോട് മുന്നോട്ട് പോയാൽ, ഭരിക്കുന്ന നേതാക്കന്മാർ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, അങ്ങനെ നിലനിൽക്കാതെ വരുമ്പോൾ അത് ഛിദ്രിച്ചു പോകും. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ എന്ന് ഇവർ പറഞ്ഞത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണല്ലോ കർത്താവ് ഭൂതത്തെ പുറത്താക്കിയെന്ന്. അപ്പോൾ സാത്താനെ തന്നെ അവർ തമ്മിൽ ഛിദ്രിച്ചാൽ പിന്നെ അവരുടെ രാജ്യം നിലനിൽക്കത്തില്ല. അപ്പോൾ സഭകളിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒന്നും ഒരു ഭദ്രത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. അപ്പോൾ പിശാച് തന്നെ ഛിദ്രിക്കാതെ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ, അവരുടെ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ബാക്കി ഉള്ളവർ മനുഷ്യരായാലും ശരി, മനുഷ്യതലത്തിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ സഭയ്ക്കകത്തായിരുന്നാലും ശരി, ഛിദ്രത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, അതല്ല വേണ്ടത്. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, സാത്താൻ തന്നെ ഛിദ്രിച്ചു പോയാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല. അപ്പോൾ സാത്താൻ ഒരു സാമ്രാജ്യമുണ്ട്. ദൈവരാജ്യം ഉള്ളതുപോലെ തന്നെ നമ്മൾ ആദ്യം വായിച്ചത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു സ്പഷ്ട. അപ്പം ദൈവരാജ്യം ഉള്ളതുപോലെ തന്നെ സാത്താൻ ഒരു സാമ്രാജ്യമുണ്ട്. വീണുപോയ ദൂതന്മാരുണ്ട്, അവരുടെ ദുരാത്മാക്കളുണ്ട്, അവയെ സേവിക്കുന്ന വ്യക്തികളുണ്ട്. അവരിലൂടെ സാത്താൻ്റെ സാമ്രാജ്യം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കാൻ നാം ദൈവരാജ്യത്തിൽപ്പെട്ട വ്യക്തികളെ അനുവദിക്കരുത്. ദൈവത്തെ സേവിക്കുന്നവർ അത് അനുവദിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ സാത്താൻ തന്നെ ഛിദ്രിച്ചു പോയാൽ അവൻ്റെ രാജ്യം നിലനിൽക്കത്തില്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സാത്താൻ തന്നെ ഛിദ്രിക്കണമെങ്കിൽ അതിന് ദൈവമക്കൾ അഭിഷിക്തരായിത്തീരണം. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന ആ ദൈവശക്തി കടന്നു വന്നിട്ട് സാത്താൻ തന്നെ ഛിദ്രിച്ചു പോകും. അവൻ്റെ ദൂതന്മാർ ഛിദ്രിച്ചു പോകും. അവരുടെ ലക്ഷ്യത്തെ തകർത്ത് കളയാൻ പറ്റും. അങ്ങനെ സാത്താൻ ഈ സാമ്രാജ്യത്തെ ഉടച്ചു കളയാൻ സാധിക്കും. അത് ദൈവരാജ്യത്തിൽ നടക്കേണ്ട സംഭവമാണ്. ദൈവരാജ്യത്തിൽ നടക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവജനത്തിൽ നടക്കേണ്ട പ്രോസസ്സാണത്. പക്ഷേ അതിനു പകരം നമ്മളിൽ തന്നെ അകൽച്ചകളുണ്ടായി, നമ്മൾ ഐക്യത ഇല്ലാതായി,
ശുശ്രൂഷകർ തമ്മിൽ ഐക്യതയില്ലാതെ, സഭയിൽ ഐക്യമില്ലാതായാൽ, കുടുംബങ്ങളിൽ ഐക്യമില്ലാതായാൽ നമ്മൾക്കാണ് തോൽവി. അവിടെ നമുക്ക് സാത്താന്യ സാമ്രാജ്യത്തെ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാൽ ഭൂതങ്ങൾ പുറത്തു പോകും. ഈ ഭൂതങ്ങളെ പുറത്താക്കി നമ്മുടെ കാൽക്കീഴാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഒരു ലക്ഷ്യമാണ് ഭൂതങ്ങളെ പുറത്താക്കുക. അതൊരു കൃപാപരമായിട്ട് ദൈവം ശുശ്രൂഷകർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും നടക്കുന്നില്ല, പല സ്ഥലങ്ങളിലും അത് സംഭവിക്കുന്നില്ല. കർത്താവായ യേശു ചെയ്യാനുള്ളതെല്ലാം ഭൂമിയിൽ നമുക്ക് വേണ്ടി ചെയ്തു. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 പറയുന്നുണ്ട്, സാത്താൻ്റെ തലയെ കർത്താവ് തകർത്തു. അവൻ്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയുടെ പ്രമാണം, ജ്ഞാനം, ആലോചന, ബാഹുല്യം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെതിരെ പിശാച് തൊടുത്തുവിടുന്ന തന്ത്രങ്ങൾ, അവൻ്റെ ബുദ്ധി, അവൻ്റെ ജ്ഞാനത്തെ എല്ലാം അഫലമാക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. അതിനെ നിർമൂലമാക്കാൻ ദൈവമക്കൾക്ക് തങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനാൽ സാധ്യമാണ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 16:20 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കായ്ക്കിടയ്ക്ക് വേഗത്തിൽ ചതച്ച് കളയും. ആ ചതച്ച് കളയണമെങ്കിൽ നമ്മുടെ മേലുള്ള അഭിഷേകം ജ്വലിക്കണം, പ്രവർത്തിക്കണം. കർത്താവായ യേശു നമ്മളെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ആക്കിയിരിക്കുന്നു എന്നും പൗലോസ്ലീഹ വ്യക്തമായ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:16 പറയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ പുത്രൻ്റെ രാജ്യത്തിലായി ആക്കിയതിനായി, അതായത് കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ആ പദവിയിൽ കൊണ്ടെത്തിച്ചു. ആ പദവിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ ആ പദവിക്ക് ഒത്തവണ്ണം ദൈവത്തിങ്കിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് നമ്മെ ആക്കി ആ രാജ്യത്തിൽ നിന്നുകൊണ്ട്, വെളിച്ചത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കെതിരെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രതിയോഗിയും ദൈവമക്കളുടെ പ്രതിയോഗിയുമായ ശത്രുവിനെ നമ്മുടെ കാൽക്കീഴാക്കി മാറ്റുവാനാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദൈവവചനത്തിലൂടെ പൗലോസ്ലീഹ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ നമ്മളോട് അറിയിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി വേഗത്തിൽ ചതച്ച് കളയും. അപ്പോൾ വേഗത്തിൽ ചതച്ച് കളയുന്ന ആ ഒരു ശുശ്രൂഷ ദൈവത്തിങ്കിൽ നിന്ന് കൃപ പ്രാപിച്ച ദൈവത്തിൻ്റെ ശുശ്രൂഷകർ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അങ്ങനെ ആ പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന ജനത്തെ വിടുവിക്കാൻ, പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിൽ കിടക്കുന്ന, അധികാരത്തിന് കീഴിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതോ പറയുന്ന ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന, പാപത്തിൻ്റെ അധികാരത്തിന് കീഴിൽ കിടക്കുന്ന, സകല മ്ലേച്ഛകളുടെ അധികാരത്തിന് കീഴിൽ കിടക്കുന്ന ജനത്തോട് കർത്താവിനെ വെളിപ്പെടുത്തി, കർത്താവിൻ്റെ സുവിശേഷത്തെ വെളിപ്പെടുത്തി, ആ സുവിശേഷത്തിലൂടെ, ആ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ അവരിലിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അവരെ വിട്ട് ഒഴിഞ്ഞു മാറാനിടയായിത്തീരും. അപ്പോൾ ആ ബലവാന്മാർ, അവരെ ഭരിക്കുന്ന ആ ശക്തിയെ പിടിച്ചു കെട്ടുവാനുള്ള അധികാരം, അതോറിറ്റി കർത്താവ് തൻ്റെ ശുശ്രൂഷകർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? എത്രയോ മാനസിക രോഗികളായിട്ട് പലരും അലഞ്ഞു തിരിയുന്നു. പലരും വീടുകളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. കൊള്ളയും കൊലയും അതുവിധ ഒക്കെ ചെയ്ത് ജയിലുകളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ജനം, അങ്ങനെ എത്രയോ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ഭരിക്കുന്ന ഈ ശക്തിയുടെ നിന്ന് വിടുതൽ അവർക്ക് പ്രാപിക്കണമെങ്കിൽ സുവിശേഷം അവരിൽ എത്തിക്കുക. എല്ലാവരും സ്വീകരിക്കണമെന്നില്ല, എന്നാൽ നമ്മുടെ പാട്ട് നാം ചെയ്യുക. അങ്ങനെ കർത്താവ് വിശ്വസിക്കുന്ന ജനത്തിന് കർത്താവ് വിടുതൽ കൊടുക്കും. ആ വിടുതൽ കൊടുക്കാനൊരു ഉത്തരവാദിത്വം സുവിശേഷം നമ്മൾ കേൾപ്പിക്കുക, സുവിശേഷം അറിയിക്കുക. അതുപോലെ പ്രാർത്ഥനയിൽ ദൈവത്തെ അറിയാത്ത ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
പ്രാർത്ഥനയിൽ തന്നെ ബലവാന്മാരെ പിടിച്ചു കെട്ടാൻ കഴിയും. ഒരു അഭിഷിക്തന് കഴിയും. സ്വർലോകങ്ങളിലെയും ഭൂലോകങ്ങളിലെ അധോലോകങ്ങളിലെയും ദുഷ്ടനാമങ്ങളെ പിടിച്ചു കെട്ടി, ദേശങ്ങളിൽ ജനത്തെ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ബലവാന്മാരെ പിടിച്ചു കെട്ടി അവരുടെ ആ കൈക്കിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കാൻ കഴിയും. നിശ്ചയമായിട്ട് ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന പ്രാർത്ഥനയുടെ നദികൾ കടന്നു ചെന്ന് എത്തേണ്ട ഇടങ്ങളിൽ എത്തി ആ ബലവാന്മാരെ പിടിച്ചു കെട്ടും. പിടിച്ചു കെട്ടി കഴിയുമ്പോഴത്തേക്ക് ദൈവാത്മാവ് അത് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്, പിന്നീട് നാം സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം അവിടെ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, കർത്താവിനോട് ചേരും. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അതിർത്തികൾ വിസ്താരത്തിലാക്കാൻ കഴിയും. അനേകരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഇവിടെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും എല്ലാ കാലത്തും ദൈവരാജ്യത്തിനെതിരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. എന്നാൽ നാം അതൊന്നും ഓർക്കാതെ വിശ്വസ്തോടെ കർത്താവിൻ്റെ വേല ചെയ്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വേല ചെയ്യാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവാത്മാവിനായി കർത്താവെ ബലവാന്മാരെ പിടിച്ചു കെട്ടി അവരുടെ ആധിപത്യത്തിന് കീഴ്ക്കിടക്കുന്ന, അധികാരത്തിന് കീഴ്ക്കിടക്കുന്ന അങ്ങയുടെ നാമം വിളിക്കപ്പെട്ട സകല ജനത്തിന് രക്ഷയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ഭൂമിയിലെങ്ങും തിരഞ്ഞെടുത്ത അങ്ങയുടെ അഭിഷിക്തന്മാരിലൂടെ, അങ്ങയുടെ ശുശ്രൂഷകളിലൂടെ കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ചപ്പാട് അങ്ങയുടെ ജനത്തിന്, അങ്ങയുടെ സഭയ്ക്ക് ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.